ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ലാബ്. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂട്ടുകറിയാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റി ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത 1 കപ്പ് പച്ച നേന്ത്രക്കായ, 1 കപ്പ് ചേന കഷ്ണങ്ങളാക്കിയത്. ചേനക്കല്പം വേവ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് വലിയ പീസുകളാക്കരുത്. ഇനി ഇതിലേക്ക് വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക 1 കപ്പ് അളവിൽ. കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഒരേ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 അല്ലി കറിവേപ്പില, 1/4 കപ്പ് വെള്ളം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിക്കുക. വലിയ കഷ്ണങ്ങളാണെങ്കിൽ സമയം കൂടുതലെടുക്കും. ഇടയ്ക്കൊരു പ്രാവശ്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പച്ചക്കറികളൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയും മറ്റും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ തീ അല്പം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി വേവിക്കുക. ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ തീ കൂട്ടിയും വെക്കരുത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി വേവിക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങ ഉണ്ടാവും. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്യുക, എന്നാലേ തേങ്ങയെല്ലാം ഒരേ രീതിയിൽ റോസ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ തീ കൂട്ടി വെക്കരുത്, തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ ഈ ഒരു കളറാവുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റണം. ഞാൻ ഏകദേശം 1/3 ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഈ തേങ്ങ കുറച്ചും കൂടി സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് മാറി കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരണം. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. സാധാരണ തേങ്ങ റോസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, കൂട്ടുകറിക്ക് കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മുമ്പെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ചെറിയ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 4-5 കറിവേപ്പില, അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചെറിയ ജീരകം നമ്മൾ മുമ്പും ചേർത്തിട്ടുണ്ട്, എന്നാൽ തേങ്ങയുടെ കൂടെ ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ മുമ്പ് വേവിക്കാൻ വെച്ചിട്ടുള്ള പച്ചക്കറികൾ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ചിട്ട് ചേന വേവുന്നവരെ വേവിക്കുക. ചേന വെന്ത് കിട്ടിയാൽ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വേവിച്ച കടല ചേർത്ത് കൊടുക്കണം. കടലയോ അല്ലെങ്കിൽ വേവിച്ച ഗ്രീൻ പീസോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് എന്ന് പറയുന്നത് കടല വെന്തതിന് ശേഷമുള്ള അളവാണ്. 1/2 കപ്പ് കടല കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കപ്പ് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൂട്ടുകറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കണം. കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതല്പം കൂടുതൽ ഡ്രൈ ആയിട്ടുണ്ട്, ഇത്ര തന്നെ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല.
ഇനി അഥവാ കൂടുതൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. കാരണം അത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആവും. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.